ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. കുറേ കാലമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞു, എല്ലാവരും ബാക്ക് ടു സ്കൂളായി. നമ്മൾ ഇന്ന് മുതൽ നമ്മളുടെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, നമുക്ക് പെട്ടെന്ന് പഠിക്കാം. അപ്പം നോക്കൂ, ആദ്യം തന്നെ നമുക്ക് ഈ പിക്ചർ ഒന്ന് നോക്കാം. ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തിൻ്റെ പിക്ചറാണിത്? യെസ്, ഇറ്റ് ഈസ് ആൻ ഓക്സ് അല്ലേ? അതൊരു ഓക്സിൻ്റെ പിക്ചറാണ്, ഒരു കാളയുടെ പിക്ചറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഫ്രാൻസിലുള്ള ഒരു കേവിൽ വരച്ചിട്ടുള്ള ഒരു പിക്ചറാണിത്, ഓക്സിൻ്റെ ഒരു പിക്ചറാണിത്. അത് എവിടെയാണ്, എന്താണ് ഇതിൻ്റെ കഥകളെന്ന് നമുക്ക് നോക്കാം. They were the pictures drawn by the Paleolithic man. Several such cave paintings can be seen in these different parts of the world. അല്ലേ, ഇത് പാലിയോലിത്തിക് മാൻ, ആദിമകാല മനുഷ്യർ വരച്ച ഒരു ചിത്രമാണ് ഇത്. അപ്പോൾ എന്താ പാലിയോലിത്തിക് എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താ പറയുന്നത്, ഓക്സ്. ഈ ഓക്സിൻ്റെ ചിത്രം എന്ന് പറഞ്ഞാൽ പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് ആദ്യകാല മനുഷ്യർ വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. ഇത് എവിടെ വരച്ച ചിത്രമാണ്? ഫ്രാൻസിലുള്ള ലെസ്കോക്സ് എന്ന കേവിൽ, ഗുഹയിൽ വരച്ചിട്ടുള്ള ഒരു പിക്ചറാണ്. ഓക്കെ, ഇങ്ങനത്തെ കുറേ പിക്ചേഴ്സ് പണ്ട് കാലത്തുള്ള ഗുഹകളിൽ ആദ്യകാല മനുഷ്യർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേവ് പെയിൻറ്റിങ്സിനെ പറ്റിയിട്ടും ആദ്യകാല മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് പാലിയോലിത്തിക് ഏജ് എന്നാണ്. നമ്മളിവിടെ പാലിയോലിത്തിക് മാൻ എന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ പാലിയോലിത്തിക് ഏജിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മൾ ആദ്യകാല ഏർലി ലൈഫിനെ 3 മെയിനായിട്ട് സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഫസ്റ്റ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നുണ്ട്. ഈ സ്റ്റോൺ ഏജിൽ 3 ഏജസ് ആണുള്ളത്. ഏതൊക്കെയാണ്? പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. ഏതൊക്കെയാണ് പറഞ്ഞേ? പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. നമ്മളിവിടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പാലിയോലിത്തിക് ഏജ് ആണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഏതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്? പാലിയോലിത്തിക് ഏജിനെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ 3 ഏജ് ഉണ്ട്. ഏതൊക്കെയാണ്? പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ് ആണ്. ഇനി നിങ്ങൾ ഈ പിക്ചർ നോക്കിക്കേ. ഇത് പണ്ട് കാലത്തുള്ള പാലിയോലിത്തിക് മാൻ, ആദ്യകാല മനുഷ്യരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, ഏർലി ഹ്യൂമൻ ലൈഫിലെ ഏറ്റവും ആദ്യത്തെ കാലത്തുള്ള മനുഷ്യരെ കുറിച്ചിട്ടും അവരുടെ ജീവിതത്തെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യകാല മനുഷ്യർ 10,000-10,000 വർഷങ്ങൾ മുമ്പുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാലിയോലിത്തിക് മാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ വരച്ചിട്ടുള്ള കുറച്ച് പിക്ചേഴ്സും അത് എവിടെയാണ് വരച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിലുള്ള ഈ പിക്ചേഴ്സും അതിൻ്റെ ആ കേവിൻ്റെ പേരും അത് ഏത് രാജ്യത്താണെന്നുള്ളതും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണേ. അപ്പോൾ നോക്ക്, ഫസ്റ്റത്തെ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? കുറേ ആളുകൾ ഒരുമിച്ച് കൈയും പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് ഗ്രൂപ്പ് ഡാൻസ്. എന്താണ് അത്? ഗ്രൂപ്പ് ഡാൻസിൻ്റെ പിക്ചറാണ്. ഇന്ത്യയിലുള്ള ഭിംബേത്ക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കേവിൻ്റെ പേരാണ് എന്ത്? ഭിംബേത്ക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഭിംബേത്ക, ഇന്ത്യയിലുള്ള ഭിംബേത്ക എന്ന കേവിൽ വരച്ചിട്ടുള്ള ആദ്യത്തെ പിക്ചർ ആണ് ഏത്? ഗ്രൂപ്പ് ഡാൻസിൻ്റെ പിക്ചറാണിത്. ഇത് പാലിയോലിത്തിക് മാൻ വരച്ചിട്ടുള്ള ഒരു പിക്ചറാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ പിക്ചർ എന്താ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായത്? എന്തൊക്കെയോ കുറേ ആളുകളുണ്ട്, കുറേ മൃഗങ്ങളുടെ പിക്ചേഴ്സ് ഉണ്ട് അല്ലേ? അവരുടെ കയ്യിൽ കുറച്ച് ആയുധങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അത് ഹണ്ടിങ് ആണ്. എന്താണ് ഹണ്ടിങ്? എന്താ ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ? വേട്ടയാടുക അല്ലേ? അപ്പോൾ വേട്ടയാടുന്ന അല്ലെങ്കിൽ ഹണ്ടിങ്ങിൻ്റെ പിക്ചറാണ് രണ്ടാമത് വരച്ചിട്ടുള്ളത്. അത് എവിടെ തന്നെയാണ്? നമ്മൾ നേരത്തെ പഠിച്ച ഭിംബേത്ക കേവിൽ, ഇന്ത്യയിലുള്ള ഭിംബേത്ക കേവിൽ വരച്ചിട്ടുള്ള രണ്ടാമത്തെ പിക്ചറാണ് ഹണ്ടിങ്. അപ്പോൾ 2 പിക്ചറും നമ്മൾ ഭിംബേത്ക കേവിൽ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഗ്രൂപ്പ് ഡാൻസും ഹണ്ടിങ്ങും. 2 കേവ് പെയിൻറ്റിങ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഗ്രൂപ്പ് ഡാൻസും ഹണ്ടിങ്ങും. ഈ 2 പിക്ചേഴ്സ് എവിടെയാണ് വരച്ചിട്ടുള്ളത്? ഇന്ത്യയിലുള്ള ഭിംബേത്ക കേവിലാണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി താഴോട്ട് നോക്കൂ. താഴെ ബോർ
ബോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനിമലിൻ്റെ പിക്ചർ വരച്ചിട്ടുണ്ട്. അത് സ്പെയിനിലുള്ള അൽത്താമിറ എന്ന കേവിലാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ബോറിൻ്റെ പിക്ചർ എവിടെയാണ്? സ്പെയിനിലുള്ള അൽത്താമിറ കേവിലാണ് ബോറിൻ്റെ പിക്ചർ ഉള്ളത്. പിന്നെ ബൈസണിൻ്റെ പിക്ചർ ഫ്രാൻസിലുള്ള ഷോയിറ്റ് എന്ന കേവിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ 4 പിക്ചേഴ്സും അല്ലെങ്കിൽ കേവ് പെയിൻറ്റിങ്സും അതിൻ്റെ സ്ഥലവും നിങ്ങൾ പഠിച്ചോ? ഏത് ഗുഹകളിലാണ് ഇത് സ്ഥാപിച്ചതെന്നും പഠിച്ചോ? ഏതൊക്കെയൊന്ന് ഓർത്ത് നോക്കിക്കേ. ഗ്രൂപ്പ് ഡാൻസും ഹണ്ടിങ്ങും ഇന്ത്യയിലുള്ള ബിംബേത്കയിലാണ്. അത് ഇന്ത്യയിലായതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കേണ്ട ഒരു 2 കേവ് പെയിൻറ്റിങ്സ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് ബോർ എവിടെയാണ്? സ്പെയിനിലുള്ള അൽത്താമിറ കേവിലാണ്. പിന്നെ ഫ്രാൻസിലുള്ള ഷോവൈറ്റിലുള്ളത് ഏത് കേവ് പെയിൻറ്റിംഗ് ആണ്? അത് ബൈസണിൻ്റെതാണ്. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെയാണ് ഈ പാലിയോലിത്തിക് മാൻ്റെ ഫീച്ചേഴ്സ് എന്ന് നമ്മൾ പഠിക്കണം അല്ലേ? കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. വാട്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ലൈഫ് ഓഫ് ദ ഏർലി മാൻ ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ദീസ് പിക്ചേഴ്സ്? അപ്പോൾ ഇതിൽ നിന്നിട്ട് നമുക്ക് എന്താ കുറച്ച് ഈ പിക്ചേഴ്സ് എന്നൊക്കെ മനസ്സിലായത്? ആദ്യത്തെ കുറച്ച് 100 ആനിമൽസ് ഉണ്ട്, കലക്റ്റീവ്ലി എൻഗേജ് ഇൻ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് അല്ലേ? നമ്മൾ എന്താണ് ഈ പാലിയോലിത്തിക് ഏജിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് നോക്കാം. ആദ്യം നോക്കൂ, ഡിഫറെൻറ്റ് കളേഴ്സ് വർ യൂസ്ഡ് ഇൻ ദ കേവ് പെയിൻറ്റിങ്സ്. അപ്പോൾ നമ്മൾ 4 പിക്ചേഴ്സ് കണ്ടു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? അതിൽ ഓരോന്നിലും ചില കളേഴ്സൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് വർ യൂസ്ഡ് ഇൻ ദി കേവ് പെയിൻറ്റിങ്സ്. ഗുഹകളിലെ പെയിൻറ്റിങ്സിൽ അവർ പല കളേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ദ കളേഴ്സ് വർ മെയ്ഡ് ഫ്രം മിക്സ്ചേഴ്സ് ഓഫ് പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ആൻഡ് പൗഡേർഡ് ലാട്രേറ്റ് അല്ലേ? ഈ കളേഴ്സ് അവർ ഈ കേവ് പെയിൻറ്റിങ്സിൽ യൂസ് ചെയ്ത കളേഴ്സ് എങ്ങനെയാണ്? അവർ നമ്മളുടെ വാട്ടർ കളേഴ്സോ അല്ലെങ്കിൽ ക്രയോൺസോ അങ്ങനത്തെ പെയിൻറ്റിങ്സ് ആണോ? അല്ലേ. അവർ ഈ കളേഴ്സ് എങ്ങനെയാണ് അവരുണ്ടാക്കിയതുള്ളത്? അത് പ്ലാന്റ് എക്സ്ട്രാക്ട്സിൽ നിന്ന്, ചെടികളിൽ നിന്നും, അതുപോലെ പൗഡേർഡ് ലാട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ കല്ലുകളൊക്കെ പൊടിച്ചിട്ടുള്ള അതിൻ്റെ കളറ് ഇതൊക്കെയാണ് അവരെന്താക്കിയിട്ട് യൂസ് ചെയ്തത്? കളറാക്കി യൂസ് ചെയ്തത്. അപ്പോൾ ദ കളേഴ്സ് എങ്ങനെയാണ് മെയ്ഡ് ചെയ്തത്? ദ കളേഴ്സ് വർ മെയ്ഡ് ഫ്രം മിക്സ്ചേഴ്സ് ഓഫ് പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ആൻഡ് പൗഡേർഡ് ലാട്രേറ്റ്. മനസ്സിലായല്ലോ എന്താണ്? അപ്പം ഗുഹകളിലെ പെയിൻറ്റിങ്സിൽ നല്ല കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പല കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അവർ പെയിൻറ്റ് ചെയ്തത് എന്ന് മനസ്സിലായി. അതുപോലെ ഈ കളറുകൾ അവരെങ്ങനെ ഉണ്ടാക്കിയത്? അത് പ്ലാന്റ് എക്സ്ട്രാക്ട്സിൻ്റെ മിക്സ്ചേഴ്സും അതുപോലെ പൗഡേർഡ് ലാട്രേറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ in addition to the figures of bison and boar that you see in the given pictures, the figures of horse, deer, lion, leopard, bear, hyena etc. can also be seen in different caves. പല ഗുഹകളിലും നമുക്ക് ഈ ബൈസണിൻ്റെയും ബോറിൻ്റെ പിക്ചർ മാത്രമല്ല അല്ലേ, പല ഗുഹകളിലായിട്ട് നമുക്ക് പല മൃഗങ്ങളുടെയും പിക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിലുള്ള കുറച്ച് മൃഗങ്ങളാണ് ഹോഴ്സ്. എന്താ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ? അറിയാം, കുതിര അല്ലേ? ഡിയർ, നിങ്ങൾക്ക് അറിയുന്ന പേരുകളാണ്. ഹോഴ്സ്, ഡിയർ, ലയൺ, ലെപ്പേർഡ്, ബിയർ, ഹൈന, ഇതൊക്കെ പല ഗുഹകളിലായിട്ടും വരച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ പിക്ചേഴ്സ്. Animal fat was used as fuel for lightning in the caves where sunlight was insufficient. നിങ്ങൾക്കറിയാം ഗുഹകളിലൊക്കെ എപ്പോഴും എന്തുണ്ടാവില്ല, സൺലൈറ്റ് കിട്ടൂല അല്ലേ? അപ്പോൾ ഈ സൺലൈറ്റ് കിട്ടാത്ത സമയങ്ങളിൽ അവർക്ക് എന്ത് വേണം? അവർക്ക് വെളിച്ചം വേണം. ഒന്നിൽ ട്യൂബോ അല്ലെങ്കിൽ ബൾബോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കറണ്ട് വരെ ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? അപ്പോൾ അതിന് പകരം അവർ ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അവർ തീയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഫ്യൂവൽ വേണം അല്ലേ? ഫ്യൂവൽ, എണ്ണ വേണം, എന്തെങ്കിലും ഫ്യൂവൽ വേണം. അപ്പം അവർ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ആനിമൽ ഫാറ്റാണ്. ആനിമലിൻ്റെ ഫാറ്റാണ്. അവർ ഹണ്ട് ചെയ്യുന്ന മൃഗങ്ങളുടെയൊക്കെ ഫാറ്റാണ് അവരെന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ലൈറ്റനിങ്ങിന് ഫ്യൂവലാക്കിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ദ പിക്ചേഴ്സ് ഓഫ് ഹണ്ടിങ് ആർ ദ എവിഡൻസ് ഫോർ ദ പ്ലാനിങ് ഓഫ് ദ ഹണ്ടിങ് ഗ്രൗണ്ട് ആൻഡ് ദ പ്രേ. പിക്ചേഴ്സ് വെർ ഡ്രോൺ ഓൺ ദ സീലിംഗ് ഓഫ് ദ കേവ്സ് ആസ് വെൽ. അവർ പിക്ചേഴ്സ് എവിടെയൊക്കെ വരച്ചിട്ടുണ്ട്? ഗുഹകളുടെ ചുമരുകളിൽ മാത്രമല്ല വരച്ചിട്ടുള്ളത്, സീലിങ്ങിലും ഓൺ ദ ടോപ്പ് ഓഫ് ദ കേവ്സ് അല്ലേ? കേവിൻ്റെ ടോപ്പിലും അവരെന്ത് വരയ്ക്കുന്നുണ്ട്? അവർ പിക്ചേഴ്സ് വരയ്ക്കുന്നുണ്ട്.
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഏർലി ഹ്യൂമൻസിൽ പഠിച്ചത്. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? അവർ കേവ് പെയിൻറ്റിങ്സ് ചെയ്യുന്നവരാണ്. കേവ് പെയിൻറ്റിങ്സിൽ അവർ പല കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കളേഴ്സ് അവരെങ്ങനെയാണ് ഉണ്ടാക്കിയത്, അത് എന്തിൻ്റെ മിക്സ്ചേഴ്സ് ആയിരുന്നു എന്ന്? പ്ലാന്റ് എക്സ്ട്രാക്റ്റിലെ ചെടികളിൽ നിന്നിട്ടുള്ള കളറും അതുപോലെ പൗഡേർഡ് ലാട്രേറ്റും മണ്ണിലും കല്ലൊക്കെ പൊടിച്ചിട്ടുള്ള കളറൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അതുപോലെ കുറച്ച് ബൈസണിൻ്റെയും ബോറിൻ്റെ പിക്ചേഴ്സ് മാത്രമല്ല ഗുഹകളിലുള്ളത്, പല മൃഗങ്ങളുടെയും ഹോഴ്സ്, ഡിയർ, ലെപ്പേർഡ്, ബിയർ, ലയൺ അങ്ങനെ എക്സെട്ര കുറേ ഡിഫറെൻറ്റ് ആനിമൽസിൻ്റെ പിക്ചേഴ്സും അവർ പല ഗുഹകളിലായിട്ട് വരച്ചിട്ടുണ്ട്. അവർ ലൈറ്റനിങ്ങിനും, അവർ ഗുഹകളിൽ സൺലൈറ്റ് കിട്ടാത്ത സ്ഥലങ്ങളിൽ അവർക്ക് വെളിച്ചം വേണമല്ലേ, ഈ വെളിച്ചത്തിന് വേണ്ടിയിട്ട് അവരെന്താ യൂസ് ചെയ്തത്? ലൈറ്റനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫ്യൂൽ അവരെടുത്തത് ആനിമൽ ഫാറ്റിൽ നിന്നാണ്. ഓക്കെ, ആനിമൽ ഫാറ്റിൽ നിന്നാണ്. എല്ലാ സീലിങ്സിൻ്റെ മുകളിലൊക്കെ അവരെന്താക്കിയിട്ടുണ്ട്? ഗുഹകളുടെ സീലിങ്സിലൊക്കെ അവരെന്ത് വരച്ചിട്ടുണ്ട്? പിക്ചേഴ്സ് വരയ്ക്കുന്നുണ്ട്. അതുപോലെ റെസിഡ്യൂ ഓഫ് കുക്ക്ഡ് ഫുഡ്, ആഷസ്, ബോൺസ് ആൻഡ് സ്കൾസ് ഓഫ് ആനിമൽസ്, ലെഫ്റ്റ് ഓവേഴ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷസ് എക്സെട്ര വർ ഓൾസോ ഡിസ്കവേർഡ് ഫ്രം ദ കേവ്സ്. ഇപ്പോൾ ഗുഹകളിൽ നിന്നിട്ട് നമുക്ക് എന്തിൻ്റെയൊക്കെ ബാക്കി ബാലൻസ് കിട്ടുന്നുണ്ട്? കുക്ക്ഡ് ഫുഡ് കുക്ക് ചെയ്തതിൻ്റെതും അതുപോലെ ആഷസും ബോൺസും സ്കൾസൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർ പണ്ട് കാലത്തുള്ള മനുഷ്യർ യൂസ് ചെയ്തതാണ്. അവരൊക്കെ ഇതൊക്കെ യൂസ് ചെയ്തിരുന്നു, അവരിതൊക്കെ കഴിച്ചിരുന്നു എന്നതിനൊക്കെ ഉദാഹരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കും അല്ലേ. ഇനി ദ പാലിയോളിത്തിക് ഹ്യൂമൻസ് ഹണ്ടഡ് കളക്റ്റീവ്ലി. അവർക്കൊരു പ്രത്യേകതയുണ്ട്. പാലിയോളിത്തിക് മാൻ എന്താണ് അവരുടെ പ്രത്യേകത? ഈ പാലിയോളിത്തിക് ഹ്യൂമൻസ് അവരെങ്ങനെയാണ് അറിയാം ഹണ്ട് ചെയ്യാൻ പോവുക? അവർ വേട്ടയാടാൻ പോകുന്നത് കളക്റ്റീവ്ലി, അവരെല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ്. അന്നത്തെ മനുഷ്യർ അവർ കൂട്ടത്തോടെയാണ് എന്ത് ചെയ്യുന്നത്? അവർ ഹണ്ട് ചെയ്യാൻ പോകുന്നത്. ദ സ്ട്രോങ്ങർ എമംഗ് ദം ലെഡ് ദ ഗ്രൂപ്പ്. അതിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് ആ ഗ്രൂപ്പ് ഹെഡ് ചെയ്യുക. അതിനെ ലീഡ് ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ്ങറാണ്. അതുപോലെ ഈ ഹണ്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവില്ല? ദർ ഇസ് നോ ജെൻഡർ ഡിഫറൻസ് ഇൻ ഹണ്ടിങ്. അവിടെ വേട്ടയാടാൻ പോകുന്ന സമയത്ത് അവിടെ ആണെന്നോ പെണ്ണെന്നോ ഉള്ള ഡിഫറൻസ് ഒന്നുമില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ പോകും? അവർ ഹണ്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ദേ ഏറ്റ് ദ ഫ്ലഷ് ഓഫ് 100 ആനിമൽസ് ആൻഡ് കർക്കാസസ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹണ്ട് ചെയ്ത ആനിമൽസിൻ്റെ ഫ്ലഷൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? കഴിക്കാൻ യൂസ് ചെയ്യും. അതുപോലെ ഫോർ ഹണ്ടിങ് ദേ മെയിൻലി യൂസ് വെപ്പൺസ് മെയ്ഡ്സ് ഓഫ് സ്റ്റോൺസ്. അവരെങ്ങനെയാണ് ഈ ഹണ്ടിങ്ങിന് വെപ്പൺസ് ഉണ്ടാക്കുന്നത്? അവർ ഈ ടൂൾസ് അല്ലേ. അപ്പോൾ ഈ നമ്മൾ ഹണ്ട് ചെയ്യുമ്പോഴും എന്തിനും നമുക്ക് എന്ത് വേണം? ടൂൾസ് വേണം, അല്ലെങ്കിൽ വെപ്പൺസ്, ആയുധങ്ങൾ വേണം. ഈ ആയുധങ്ങൾ അവരെങ്ങനെ ഉണ്ടാക്കിയത്? അവർ കല്ലുകൾ കൊണ്ടാണ് ഈ വെപ്പൺസൊക്കെ ഉണ്ടാക്കിയത്. അവർ മെയിനായിട്ട് ഉണ്ടാക്കില്ല, അവർ ഈ സ്റ്റോൺസിനെ കൊണ്ട് ഒരു വെപ്പൺസിൻ്റെ ഒക്കെ രൂപമാക്കിയിട്ട് അവർ യൂസ് ചെയ്യും. ദേ ഓൾസോ യൂസ്ഡ് ബോൺസ് ഓഫ് ആനിമൽ, ഐവറി, പീസസ് ഓഫ് വുഡ് എക്സെട്ര ആസ് വെപ്പൺസ്. അവരെന്തേ ചെയ്യുന്നത്? ആനിമൽസിൻ്റെ ബോൺസ്, എല്ലുകൾ, അതുപോലെ എന്താ ഐവറി എന്ന് പറഞ്ഞാൽ ആനക്കൊമ്പ് അല്ലേ, കൊമ്പുകൾ, ഇതൊക്കെ എന്താണ്? അല്ലെങ്കിൽ പീസസ് ഓഫ് വുഡ്സ്, ഇതൊക്കെ എന്താക്കി യൂസ് ചെയ്യുന്നുണ്ട്? വെപ്പൺസ് ആക്കി യൂസ് ചെയ്യുന്നുണ്ട്. കല്ലുകൾ മാത്രമല്ല അവരുടെ വെപ്പൺസ്. വേറെ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്? ആനിമൽസിൻ്റെ ബോൺസ് ഉണ്ട്, അതുപോലെ ആനിമൽസിൻ്റെ ഐവറി, കൊമ്പുകളുണ്ട്, പീസസ് ഓഫ് വുഡ്, മരം കഷ്ണങ്ങളും അവരെന്താക്കി യൂസ് ചെയ്യുന്നുണ്ട്? വെപ്പൺസാക്കി യൂസ് ചെയ്യുന്നുണ്ട്. ഹൈഡ് ആൻഡ് ബാർക്ക് വർ യൂസ്ഡ് ആസ് ക്ലോത്ത്സ്. അവർ ക്ലോത്ത്സ് ആക്കി യൂസ് ചെയ്യുന്നത് എന്താണ്? മരത്തിൻ്റെ തൊലികളാണ്. മരത്തിൻ്റെ തൊലിയാണ് അവരെന്താക്കി യൂസ് ചെയ്യുന്നത്? ക്ലോത്ത്സ് ആക്കി യൂസ് ചെയ്യുന്നത്. ഒക്കെ ഓർത്ത് വെക്കണേ. ഹൈഡ് ആൻഡ് ബാർക്ക് വർ യൂസ്ഡ് ആസ് ക്ലോത്ത്സ്. അവർ ക്ലോത്ത്സ് ആക്കിയിട്ട് യൂസ് ചെയ്യുന്നത് ഹൈഡ് ആൻഡ് ബാർക്കാണ്, മരത്തിൻ്റെ തൊലിയാണ്. ദ ബോൺസ് ഓഫ് ആനിമൽസ് വർ യൂസ്ഡ് ആസ് നീഡിൽസ് ഫോർ സ്വീയിങ്. അവർക്ക് തുന്നാൻ വേണ്ടിയിട്ട് അല്ലേ, തുന്നാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത് എന്താണ്? ദ ബോൺസ് ഓഫ് ആനിമൽസ് ആണ്. ആനിമൽസിൻ്റെ ബോൺസാണ് അവർ നീഡിൽസ് ആയിട്ട്, സൂചിയായിട്ട് യൂസ് ചെയ്യുന്നത്. എന്താണ്? സൂചിയല്ല, ഇന്നത്തെ സൂചി പോലത്തെ നോർമലുള്ള സൂചിയൊന്നുമല്ല അവർ യൂസ് ചെയ്യുന്നത്. അവർ ഈ തുന്നാൻ വേണ്ടിയിട്ട്, സ്വീയിങ്ങിന് വേണ്ടിയിട്ട് നീഡിൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ആനിമൽസിൻ്റെ ബോൺസാണ്. മനസ്സിലായോ? അപ്പോൾ അവരുടെ പ്രത്യേകതകളൊന്ന് ഓർത്ത് നോക്കിക്കേ. പാലിയോളിത്തിക് ഹ്യൂമൻസ് കളക്റ്റീവ്ലിയാണ്, അവർ ഗ്രൂപ്പായിട്ടാണ് ഹണ്ടിങ്ങിന് പോവുക. അവിടെ ദർ ഇസ് നോ ജെൻഡർ ഡിഫറൻസ് അല്ലേ, ഗേൾ ആണോ ബോയ് ആണെന്നുള്ള ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ അവർ ഹണ്ട് ചെയ്ത ആനിമൽസിൻ്റെ
ഫ്ലഷ് അവർ ഭക്ഷിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ വെപ്പൺസ്, അവർക്ക് ഈ ഹണ്ടിങ്ങിന് പോകുമ്പോൾ വെപ്പൺസ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെന്താ യൂസ് ചെയ്യുന്നത്? സ്റ്റോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആനിമൽസിൻ്റെ ബോൺസ്, ഐവറി, പീസസ് ഓഫ് വുഡ്സ് ഒക്കെ വെപ്പൺസ് ആക്കി യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ ക്ലോത്ത്സ് എന്താണ്? ഹൈഡ് ആൻഡ് ബാർക്കാണ് അല്ലേ? മരത്തിൻ്റെ തൊലിയാണ് അവരെന്താക്കി യൂസ് ചെയ്യുന്നത്? ക്ലോത്ത്സ് ആക്കി യൂസ് ചെയ്യുന്നത്. അതുപോലെ അവർ സ്യൂയിങ്ങിന് വേണ്ടിയിട്ട്, തുന്നാൻ വേണ്ടിയിട്ട് നീഡിൽസ് ആക്കി യൂസ് ചെയ്യുന്നത് ആനിമൽസിൻ്റെ ബോൺസ് ആണ്. ഈ പിക്ചർ കണ്ടോ നിങ്ങൾ? പാലിയോളിത്തിക് ടൂൾസ് ആക്കി യൂസ് ചെയ്യുന്നത്. പാലിയോളിത്തിക് ടൂൾസിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? വലിയ വലിയ കല്ലുകളാണ്, വലിയ വലിയ കല്ലുകൾ. അത് അവർ ഷേപ്പ് ചെയ്യൊന്നുമില്ല. മെയിനായിട്ട് റഫ് ആൻഡ് ബിഗ് സ്റ്റോൺസ് ആണ് ഈ പാലിയോളിത്തിക് ടൂൾസിൻ്റെ പ്രത്യേകത. എന്താണ്? ബിഗ് ആൻഡ് റഫ് ടൂൾസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നമ്മൾ കൃത്യമായിട്ട്. ഇനി നമ്മൾ പാലിയോളിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സാണ് പഠിക്കുന്നത്. പാലിയോളിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സ് മാത്രമല്ല, ഈ പോയിൻറ്റ്സിന് നമുക്ക് വേറെ രീതിയിലും ചോദ്യം വരാം. എങ്ങനെയാണ്? ഏർലി ഹ്യൂമൻസിൻ്റെ, പണ്ടുകാല മനുഷ്യരുടെ അവർക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വന്നു, അല്ലെങ്കിൽ അവരിൽ പ്രോഗ്രസ് അറ്റൈൻ ചെയ്തു എന്ന് പറയുന്ന കുറച്ച് എവിഡൻസ് ചോദിച്ചാലും നിങ്ങൾ ഏത് തന്നെ എഴുതണം? ഈ 6 പോയിൻറ്റ്സ് തന്നെ എഴുതണം. അപ്പോൾ ഏതൊക്കെയാണ് പാലിയോളിത്തിക് ഏജസിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമ്മൾ പഠിക്കുന്നതെന്ന് നോക്കാം. ആദ്യം, സ്റ്റോൺ സ്റ്റാച്യൂസ് വെയർ മെയ്ഡ്, കല്ലുകൾ കൊണ്ട് പ്രതിമകൾ നിർമ്മിച്ചു. ഓക്കെ. രണ്ടാമത്തത്, ഹ്യൂമൻ ഫിഗേഴ്സ് വെയർ മോൾഡഡ് ഫ്രം ക്ലേ. ഹ്യൂമൻ ഫിഗേഴ്സ് എന്ന് പറയുന്ന മനുഷ്യ പ്രതിമകൾ നിർമ്മിക്കാൻ തുടങ്ങി. എന്ത് യൂസ് ചെയ്തിട്ടാണ്? കളിമണ്ണ് യൂസ് ചെയ്തിട്ട് മനുഷ്യ നിർമ്മിതികൾ നിർമ്മിക്കാൻ തുടങ്ങി. അതുപോലെ വെസൽസ് വേ വൂവൺ ഔട്ട് ഓഫ് ബാർക്ക് ഫൈബർ. എന്താ ബാർക്ക് ഫൈബർ എന്ന് പറഞ്ഞാൽ? മരത്തിൻ്റെ തൊലികൾ യൂസ് ചെയ്തിട്ട് വെസൽസ് ഉണ്ടാക്കാൻ തുടങ്ങി. അതുപോലെ പിക്ചേഴ്സ് വേ ഡ്രോൺ ഓൺ ദ ബോൺസ് ആൻഡ് ഹോൺസ് ഓഫ് ദി ആനിമൽസ് ആൻഡ് ഓൺ കേവ്സ് ആൻഡ് റോക്സ്. പിന്നെ അവർ പിക്ചേഴ്സ് വരയ്ക്കാൻ തുടങ്ങി. എന്തിൻ്റെയൊക്കെ മേലെയാണ് അവർ പിക്ചേഴ്സ് വരച്ചത്? ബോൺസ്, എല്ലുകളിലെ ബോൺസിൻ്റെയും ഹോൺസിൻ്റെയും മേലെ, അതുപോലെ ഗുഹകളിലും വലിയ വലിയ പാറകളിലൊക്കെ എന്ത് വരയ്ക്കാൻ തുടങ്ങി? പിക്ചേഴ്സ് വരയ്ക്കാൻ തുടങ്ങി. 5ാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? ഓർണമെൻറ്റ്സ് ഓഫ് ഐവറി, ബോൺസ്, സ്റ്റോൺസ് ആൻഡ് ഷെൽസ് വേ മെയ്ഡ്. ഓർണമെൻറ്റ്സും അവർ നിർമ്മിച്ചു. എന്താണ്? ആഭരണങ്ങൾ എങ്ങനെയാണ് അവരുണ്ടാക്കിയത്? ഐവറി, ബോൺസ് അല്ലേ? ഐവറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആനക്കൊമ്പ് അല്ലേ? അതുപോലെ ബോൺസ്, എല്ലുകൾ യൂസ് ചെയ്തിട്ട്, അതുപോലെ കല്ലുകൾ, സ്റ്റോൺസ് ആൻഡ് ഷെൽസ്, ഇതിനാലൊക്കെ ഓർണമെൻറ്റ്സ് നിർമ്മിക്കാൻ തുടങ്ങി. ലാസ്റ്റായിട്ട് നമുക്ക് പഠിക്കേണ്ട പോയിൻ്റാണ് ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വേ മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ്. എന്താ ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ? ഓടക്കുഴലിലേക്ക്, നമ്മൾ ഓടക്കുഴലിന് പാട്ടൊക്കെ കേട്ടിട്ടില്ല, ഓടക്കുഴൽ വിളി കേട്ടോ. അപ്പോൾ അതുപോലെ ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വേ മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ്. ബോൺസ് കൊണ്ടാണ് അവരെന്ത് നിർമ്മിച്ചത്? ഫ്ലൂട്ടൊക്കെ നിർമ്മിച്ചത്. ഇവിടെ പിക്ചർ കണ്ടോ നിങ്ങൾ? ബോൺസ് കൊണ്ട് ഉണ്ടാക്കിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പിക്ചേഴ്സ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പാലിയോളിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സായിട്ട് പഠിക്കുമ്പം ഓർത്ത് വെക്കേണ്ട പോയിൻറ്റ്സ് കേട്ടോ. ഈ 6 പോയിൻറ്റ്സ് വളരെ സിമ്പിളാണ്. അപ്പം നല്ല രീതിയിൽ പഠിക്കാം. ഇനി പാലിയോളിത്തിക് ഏജ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഒരൊറ്റ പോയിന്റും കൂടി അറിഞ്ഞാൽ നമുക്ക് പാലിയോളിത്തിക് ഏജ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാം. അതിലൊന്നാണ് ഭീംബേത്ക. എന്താ ഭീംബേത്ക എന്ന് പറഞ്ഞാൽ? ഭീംബേത്ക എന്ന് പറഞ്ഞാൽ റോക്ക് ഷെൽട്ടർ ആണ് അല്ലേ? അപ്പം ഭീംബേത്ക മധ്യപ്രദേശിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, റിമാർക്കബിൾ ആയിട്ടുള്ള പാലിയോളിത്തിക് സൈറ്റ് ആണ്. അപ്പം നിങ്ങളോട് ഒരു പാലിയോളിത്തിക് സൈറ്റിൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് എഴുതണം? ഇന്ത്യയിലുള്ള പാലിയോളിത്തിക് സൈറ്റാണ് ഭീംബേത്ക. അത് മധ്യപ്രദേശ് എന്ന സ്റ്റേറ്റിലാണ് നിലകൊള്ളുന്നത് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇത്രയും പോയിൻറ്റ്സ് ആണ് നിങ്ങൾ പാലിയോളിത്തിക് ഏജിനെ പറ്റി പഠിക്കുമ്പം അറിയേണ്ടത്. എന്താണ് പാലിയോളിത്തിക് ഏജ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ പാലിയോളിത്തിക് സൈറ്റ് ഏതാണെന്നും ഓർത്തു വെക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് മാപ്പിൽ പാലിയോളിത്തിക് സൈറ്റ്സ് ഇൻ ഇന്ത്യ കാണിക്കുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ള പാലിയോളിത്തിക് സൈറ്റ് ഏതൊക്കെയാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്? ഒന്ന് ഭീംബേത്ക ഒന്നാണ്. അതുപോലെ നർമ്മദ വാലി, നാഗാർജുന കോണ്ട, ഹൻസിംഗി, കുർണൂൽ കേവ്സ്. ഇത്രയും പാലിയോളിത്തിക് സൈറ്റ്സ് ആണ് നമ്മൾ ഇന്ത്യയിൽ ഉള്ള പാലിയോളിത്തിക് സൈറ്റിന് ഉദാഹരണമായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ. ഇനി അടുത്ത ഏജാണ്, അല്ലെങ്കിൽ അടുത്ത യുഗമാണ് മെസോലിത്തിക് ഏജ്. സ്റ്റോൺ ഏജിലെ അടുത്ത കാലഘട്ടമാണ് മെസോലിത്തിക് ഏജ്. എന്താ മെസോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ? മെസോലിത്തിക് ഏജ് എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരേണ്ട പോയിൻ്റാണ് ദി ആർ സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിൻറ്റ്സ്.
എന്താണ്? ദേ യൂസ് സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിൻറ്റ്സ്. ദീസ് ടൈപ്പ് ഓഫ് ടൂൾസ് വെ യൂസ്ഡ് ഇൻ ദ പീരിയഡ് സബ്സീക്വൻറ്റ് ടു ദി പാലിയോലിത്തിക് ഏജ്. അപ്പം ഈ മെസോലിത്തിക് ഏജിൽ ആളുകൾ യൂസ് ചെയ്ത സ്റ്റോൺ ടൂൾസ് എങ്ങനെയുള്ളതായിരുന്നു? വളരെ ചെറുതും അതുപോലെ ഷാർപ്പ് പോയിൻറ്റ്സ് ഉള്ളതുമായിരുന്നു. ഓക്കെ, ദേ യൂസ് സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിൻറ്റ്സ്. ആ പോയിന്റ് നല്ല രീതിയിൽ ഓർത്ത് വെക്കണേ. അപ്പോൾ മെസോലിത്തിക് ഏജിൻ്റെ ടൂൾസിൻ്റെ പിക്ചേഴ്സ് കണ്ടോ നിങ്ങൾ? അതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? അവയെല്ലാം ചെറുതുമായിരിക്കും, അതുപോലെ അതിന് നല്ല ഷാർപ്പ് പോയിൻറ്റ്സും ഉണ്ടാവും. ഇത്രയും പ്രത്യേകതയാണ് മെസോലിത്തിക് ഏജിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ പാലിയോലിത്തിക് ഏജ് കഴിഞ്ഞിട്ട് സബ്സീക്വൻ്റ് ആയിട്ട് വന്നിട്ടുള്ള പീരീഡാണ് ഏത്? നമ്മുടെ മെസോലിത്തിക് ഏജ് എന്നത്. അപ്പോൾ മെസോലിത്തിക് ഏജിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞേ, ദി ആർ സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ്. ദീസ് ടൈപ്സ് ഓഫ് ടൂൾസ് യൂസ്ഡ് ഇൻ ദ പീരീഡ് സബ്സീക്വൻറ്റ് ടു ദി പാലിയോലിത്തിക് ഏജ്. ഈ ഏജിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മെസോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ മെസോലിത്തിക് ഏജ് എന്താണ്? അവർ യൂസ് ചെയ്ത ടൂൾസ് ഏതാണെന്ന് ഓർത്ത് വെക്കുക. അത് പാലിയോലിത്തിക് ഏജ് കഴിഞ്ഞ് തൊട്ടടുത്ത് വന്ന കാലഘട്ടമാണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ നിങ്ങൾ അറിയേണ്ട ഒന്നാണ്, മെസോലിത്തിക് ഏജിനെ മൈക്രോലിത്തിക് ഏജ് എന്നും വിളിക്കാറുണ്ട്. എന്താണ്? മെസോലിത്തിക് ഏജിനെ മൈക്രോലിത്തിക് ഏജ് എന്നും വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? വൈ ഇസ് എ മെസോലിത്തിക് ഏജ് കോൾഡ് മൈക്രോലിത്തിക് ഏജ്? മെസോലിത്തിക് ഏജ് എന്തുകൊണ്ടാണ് മൈക്രോലിത്തിക് ഏജ് എന്ന് വിളിക്കാൻ കാരണം? ഇതേ ഉള്ളൂ. അവ എങ്ങനെയാണ്? ദേ യൂസ് സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിൻറ്റ്സ്. ആ പോയിൻ്റാണ് അതിൽ കൃത്യമായിട്ട് നമ്മൾ എഴുതേണ്ടത്. കാരണം അവർ ചെറിയ ടൂൾസാണ് യൂസ് ചെയ്തത്. മൈക്രോ എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ എന്നാണ് അർത്ഥം വരുന്നത്. സോ മെസോലിത്തിക് ഏജിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഹണ്ടിങ്ങിനെ പറ്റിയിട്ട്. ഹണ്ടിങ് ഏറ്റവും കൂടുതൽ എക്സ്റ്റെൻസീവ് ആയൊരു കാലഘട്ടമായിരുന്നു മെസോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ. അപ്പം ഹണ്ടിങ് കാരണം കുറേ ദോഷങ്ങൾ വന്നതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. ആസ് എ റിസൾട്ട് മെനി ആനിമൽസ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ്. എന്താണ് എക്സ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ? കുറേ ആനിമൽസ് അല്ലെങ്കിൽ മൃഗങ്ങൾ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. വംശനാശന ഭീഷണിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാണ്ടായിട്ട് പോയിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് മാമത്ത്. എന്താണ് മാമത്ത് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ആ പിക്ചർ കണ്ടോ? മാമത്ത് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സച്ച് എ സ്പീഷീസ് മാൻ ഡിസ്കവേർഡ് ന്യൂ സോഴ്സ് ഓഫ് ഫുഡ് ഇൻ ദിസ് പീരിയഡ്. മാമത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എലിഫൻറ്റിൻ്റെ ആനയുടെ വർഗത്തിൽപ്പെടുന്ന ഒരു സ്പീഷീസാണ് എന്ത്? മാമത്ത് എന്ന് പറയുന്നത്. മാമത്ത് എലിഫൻറ്റിനെക്കാട്ടിയും കുറച്ചും കൂടി വലിയ കൊമ്പുകളുണ്ടാവും. അതുപോലെ ഹെയർ ഉള്ള ബോഡിയാണ്. ബോഡി നിറച്ചും എലിഫൻറ്റിൻ്റെ ബോഡിയിൽ കുറേ ഹെയർ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ആ രൂപത്തിലാണ് മാമത്തുള്ളത്. അപ്പോൾ മാമത്തിൻ്റെയൊക്കെ എക്സ്റ്റിങ്ക്റ്റിന് കാരണമായ കാലഘട്ടം അല്ലെങ്കിൽ ഏജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മെസോലിത്തിക് ഏജ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, മെസോലിത്തിക് ഏജ്. അപ്പോൾ എന്താണ് മെസോലിത്തിക് ഏജ് എന്ന് മനസ്സിലായല്ലോ. മെയിനായിട്ട് മെസോലിത്തിക് ഏജിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയണം എന്ത്? മെസോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ സ്മോൾ സ്റ്റോൺ ടൂൾസ് ആണ് അവർ യൂസ് ചെയ്തത് എന്ന് ഓർത്ത് വെക്കുക. അതിനെ മൈക്രോലിത്തിക് ഏജ് എന്നും വിളിക്കുന്നുണ്ടെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ മൈക്രോലിത്തിക് ഏജ് അല്ലെങ്കിൽ മെസോലിത്തിക് ഏജിൻ്റെ 2 മെസോലിത്തിക് സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലുള്ള 2 മെസോലിത്തിക് സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതും ഓർത്ത് വെച്ച് പഠിക്കേണ്ട ഒന്നാണ്. ഏതൊക്കെയാണ്? ബഗോർ ഇൻ രാജസ്ഥാനും അതുപോലെ ആദംഗർ ഇൻ മധ്യപ്രദേശും. ഏതൊക്കെയാണ്? ബഗോർ ഇൻ രാജസ്ഥാൻ ആൻഡ് ആദംഗർ ഇൻ മധ്യപ്രദേശ്. ഇവ രണ്ടുമാണ് ഇന്ത്യയിലുള്ള 2 മെസോലിത്തിക് സൈറ്റ്സ്. അതും നല്ല രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ മെസോലിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കണം. അതുപോലെ ഇനിയും 2 സൈറ്റ്സ്, നിയോലിത്തിക് സൈറ്റും ഉണ്ട്, ചാൽക്കോലിത്തിക് സൈറ്റ്സും ഉണ്ട്. അവ രണ്ടും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ മക്കൾ നല്ല രീതിയിൽ പഠിക്കുക. ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ താങ്ക് യു ഫ്രം എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ.